Hello, welcome back to my YouTube channel. It's me, Sumi, the path of my God. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചു, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമ്മുടെ മൈൻഡിലിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ റീഡ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതല്ലാതെ നമുക്ക് യാതൊരുവിധ ഹെൽപ്ഫുള്ളും ഉണ്ടാവില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ടോപ്പിക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ ഇപ്പോൾ ഒത്തിരി വീഡിയോസ് കിട്ടും, ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നീട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്തതിൻ്റെ ആൻസർ കിട്ടുന്നോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് കുറെ ഇപ്പം ഞാൻ എക്സാം എഴുതിയതിൽ വെച്ച് വെറുതെ എനിക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത് നമ്മൾ അതിൽ എഫക്റ്റ് വരണമെങ്കിൽ എനിക്ക് മനസ്സിലായുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ്, നമ്മൾ എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നോ അതിലാണ് നമ്മുടെ മൈൻഡിൽ അതിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. ആ തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, കറക്റ്റ് ആൻസറും കൂടെ നോക്കുമ്പോൾ നമ്മളത് മൈൻഡിൽ ഓർത്ത് വെക്കും. കാരണം തെറ്റുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലും ഓർമ്മയിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് തെറ്റും ശരിയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം നമ്മൾ ഇത്രയും വലിയൊരു ഗൈഡ് എല്ലാം വായിക്കുക, ആ ഗൈഡ് ആദ്യം മുതൽ അവസാനം വരെ വീണ്ടും വീണ്ടും പഠിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. ജസ്റ്റ് റീഡ് ചെയ്യുക. ഒരു പേജ് ഒരു 3 വട്ടം റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്ക് ഒരു 3 വട്ടം റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ടുള്ള ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. നമുക്കിപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ കിട്ടും, യൂട്യൂബിൽ കിട്ടാറുണ്ട്. അപ്പം നമ്മൾ ആദ്യമൊക്കെ എനിക്കിത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പലരോടും പല സജഷൻസും നമ്മൾ നോക്കുമ്പോഴും പലരും പറയുമ്പോഴും നമ്മളിങ്ങനെ കേട്ടിരിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. സീരിയസ്ലി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഒരു പക്ഷേ ഈ റാങ്ക് കിട്ടിയവരും ഈ ജോലി കിട്ടിയവരൊക്കെ ഇങ്ങനെയായിരിക്കാം ചെയ്തത്. അവർ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. പക്ഷെ ഇന്ന് നമ്മൾ ചെന്ന് അവരോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ചില ക്വസ്റ്റ്യൻസുകൾ മാത്രമായിരിക്കും അവരുടെ മൈൻഡിൽ ഇരിക്കുക. ഇത് അന്നേരത്തേക്കുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം എന്നോടൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉത്തരം ചിലപ്പം ഇന്നതാണ് എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരിക്കും. പക്ഷെ അതേസമയം എനിക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇന്നതാണ് എന്ന് പറയാനുള്ളൊരു അത് പറ്റും. ചില ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമാണ്. ചിലത് നമുക്ക് ചോദിച്ച ഉത്തരം പറയാൻ പറ്റും, ചിലത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ ഇല്ലാത്തതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. റിവിഷൻ മസ്റ്റായിട്ട് വേണം. കാരണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. സൺഡേ സാറ്റർഡേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വല്ല റിവിഷൻ ആക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടയ്ക്ക് ദിവസങ്ങളിൽ റിവിഷൻ ആക്കുക. അങ്ങനെ ഒരു ദിവസം റിവിഷൻ ആക്കുക, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അന്നത്തെ ദിവസം പഠിച്ചത് എന്താണോ അതൊന്ന് റിവൈസ് ചെയ്യുക. റിവിഷൻ മസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പം തളരാതിരിക്കുക. കാരണം ഓരോ എക്സാം കഴിയും തോറും നെഗറ്റീവ് അടിച്ചിരിക്കാതിരിക്കുക, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് കരുതിയിരിക്കാതിരിക്കുക. ഇപ്പോൾ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടും ഞാനൊരു വീട്ടിലെ ഒരു കുടുംബിനി ആയതുകൊണ്ടും പറയാണ്, നമ്മൾ സത്യത്തിൽ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ആ കറി ഫോൾട്ടായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ കറി വെക്കാതിരിക്കും, ഒരിക്കലുമില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും വെക്കും. ഒരു തവണ വെച്ച് പറ്റിയിട്ട് പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വെക്കുക. പക്ഷേ എല്ലാം ഈ ഐഡിയ അല്ലെങ്കിൽ ഈ സംഭവം എനിക്ക് ക്ലിക്കായ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് മുളക് കറി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, ഒട്ടും അറിയില്ലായിരുന്നു. എങ്ങനെ വെച്ചാലും രസത്തിനകത്ത് മീനിട്ട അവസ്ഥയായിരുന്നു എൻ്റെത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞുമായോട് പറഞ്ഞു, എത്ര വെച്ചാലും
എനിക്ക് അങ്ങോട്ട് മീൻകറി ശരിയാവുന്നില്ല കുഞ്ഞുമ്മന്ന്. അപ്പൊ കുഞ്ഞുമ്മ പറഞ്ഞു നീ അത് ചെയ്യും, ഒരു വട്ടം ചെയ്യുമ്പോൾ പറ്റത്തില്ല, അങ്ങനെ നീ പല തവണ ചെയ്യും, എന്നും വെക്ക് മീൻകറി. നിനക്കത് വെക്കാൻ അറിയത്തില്ലെങ്കിൽ നീ ആ ഡെയിലി ചെയ്യും, ഒരു 10 വട്ടം വെച്ചാലൊന്നും ശരിയായത്, ചിലപ്പോൾ 11ാമതായിരിക്കും ശരിയാവുന്നതെന്ന്. കറക്റ്റാണ്. ഇപ്പൊ എനിക്ക് ആ ഒരു രീതി അറിയാം. കാരണം ഞാൻ പിന്നീട് എന്ത് ചെയ്തു, മീൻകറി വെക്കാൻ അറിയില്ലാഞ്ഞിട്ട് പോലും ഞാൻ ഡെയിലി വെക്കും. ഡെയിലി വെച്ചൊരു ഇക്ക എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് വെക്കാതിരിക്കാൻ പോകുന്നു. പക്ഷേ അവിടെ തോറ്റെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് ഡെയിലി ഞാനത് എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഞാനത് ഡെയിലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്, എനിക്കതിന് പറ്റിയത്. അതേപോലെ തന്നെയാണ് നമുക്ക് അറിയാത്ത സബ്ജക്റ്റ് അല്ലെങ്കിൽ അറിയാത്ത വിഷയങ്ങൾ നമ്മൾ ഡെയിലി നോക്കുക, ഡെയിലി വായിക്കുക. ആ വായിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിൽ അത് ഇരിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നീട് മാക്സിമം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം, നമ്മൾ പഠിക്കുക, വായിക്കുക, അങ്ങനെ ചെയ്യുക. കാരണം നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വായിക്കുക, ഡെയിലി പ്രിപ്പയർ ചെയ്യുക, ഡെയിലി അതിനു വേണ്ടി ഇരിക്കുക, ഡെയിലി ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക. സ്വയം മോട്ടിവേറ്റഡ് ആവാൻ. നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യാൻ വരത്തില്ല, നമുക്ക് വേണ്ടി ആരും ടൈം കണ്ടെത്താൻ വരത്തില്ല. സ്വയം സമയം കണ്ടെത്തുക, സ്വയം മോട്ടിവേറ്റഡ് ആവുക, സ്വയം ചെയ്യാൻ ശ്രമിക്കുക. എന്തും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. കാരണം നമ്മളെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നമ്മൾ പോലും അറിയാതെ ചെയ്തിട്ടുണ്ട് അല്ലെ. തീർച്ചയായും നമ്മൾ പോലും അറിയാതെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്യാൻ. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യണം അല്ലെ. നമ്മൾ ചെയ്ത് നോക്കണം. നമുക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു തരുന്നതും നമ്മുടെ നല്ലതിനു വേണ്ടി പറഞ്ഞു തരുന്ന കുറെ കാര്യങ്ങളാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ റിജക്റ്റ് ചെയ്യുക. നമുക്കത് പറ്റുന്നില്ല, അവർ പറയുന്നത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യാം. അതേസമയം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ പോരായ്മകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം, എങ്കിലേ നമ്മൾ വിജയിക്കും. ഒരിക്കലും ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാലും നമ്മൾ എങ്ങും എത്തത്തില്ല. സോ എല്ലാം നോക്കി എല്ലാവരുടെ രീതിയും ഒന്ന് സെർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ചെയ്യുക, മുന്നോട്ട് പോവുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. മടി വിചാരിക്കാതിരിക്കുക. നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ആണ് എല്ലാവർക്കും ഒരു മടി. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ, പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് പഠിക്കണം തോന്നുന്നു, ആ ഒരു 5 സെക്കൻഡ് 1 2 3 4 5 സെക്കൻഡ് കൊണ്ട് ഇരുന്നോണം പഠിക്കാൻ. പിന്നീട് മറ്റൊരു ചിന്തയിലോട്ട് പോകരുത്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്ത് ഫോൺ എടുക്കാൻ പോകരുത്, അല്ലെങ്കിൽ ഫോൺ എടുത്ത് യൂട്യൂബ് വീഡിയോസ് അങ്ങനെ അങ്ങ് പോകരുത്. നമുക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടോ ആ ടൈമിൽ വന്ന് ഇരിക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. അല്ലാതെ അടുത്തൊരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇരുന്നോണം, അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല കണ്ടന്റും ഇനിയും നല്ല നല്ല മോട്ടിവേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാതെ.